ഇറാന് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണ ഭീഷണിയും മുന്നറിയിപ്പുകളും അബദ്ധമായിപ്പോയെന്ന് അമേരിക്കൻ കോൺഗ്രസ്. നിലവിൽ അന്താരാഷ്ട്ര മേഖലയിലെല്ലാം അമേരിക്ക ഇടപെടുന്ന രീതികൾ ചിലതെല്ലാം മണ്ടത്തരമായി പോകാറുണ്ട് എന്ന വിലയിരുത്തലും അമേരിക്കൻ കോൺഗ്രസ് നടത്തിയിരിക്കുകയാണ്. ഭീഷണിപ്പെടുത്തുകയും പേടിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ നിന്ന് ജനാധിപത്യ രാജ്യം മാറി നിൽക്കേണ്ടത് അനിവാര്യമാണെന്നും വിശ്വാസത്തിലെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ചെയ്യേണ്ടത് എന്നുമാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമായിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. യുദ്ധം ചെയ്യാൻ അമേരിക്കയ്ക്ക് പേടിയാണ്. തിരിച്ചടിയുടെ ശക്തി എത്രത്തോളമുണ്ട് എന്ന് കണക്കാക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നു. ഇത് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാവാത്തതാണ്. ഒരു രാജ്യത്തിന് നേരെ അമേരിക്ക ആക്രമണം നടത്താൻ വേണ്ടി തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ രാജ്യത്തിനെ സാമ്പത്തികപരമായിട്ട് തകർക്കുകയോ ആഭ്യന്തര വിഷയം ഉണ്ടാകുന്ന സമയത്ത് രാജ്യം അട്ടിമറിക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അമേരിക്ക എടുത്തു കഴിഞ്ഞാൽ അവർ വളരെ കൃത്യതയോടുകൂടി ആദ്യഘട്ടത്തിൽ തന്നെ ആ രാജ്യത്തെക്കുറിച്ചും അവരുടെ സൈനികമായിരിക്കുന്ന സംവിധാനത്തെക്കുറിച്ചും കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ്. സൈന്യം എത്ര, ആയുധങ്ങൾ എത്ര, ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട മേഖല എത്ര, ഗവൺമെൻറ് എങ്ങനെ, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ എങ്ങനെ, ഇവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെ, അവരുടെ അയൽവാസികൾ എങ്ങനെ, ഈ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഏത് രാജ്യങ്ങൾ സഹായിക്കും എന്നതിനെക്കുറിച്ച് അറിയാത്ത തരത്തിൽ ഇടപെടുന്നത് മണ്ടത്തരവും വിഡ്ഢിത്തവുമാണ്. ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നു, ഇറാഖിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അമേരിക്ക പഠിച്ചിരുന്നു. ജോർജ് ബുഷുള്ള കാലത്ത് അത് 10 വർഷത്തിലധികം അവിടെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. വിമാന ഉപരോധം വരെ ഏർപ്പെടുത്തിയിരുന്നു. ഇറാഖിൻ്റെ ഏകദേശം 60% ആകാശത്തു കൂടി ഇറാഖിൻ്റെ വിമാനം പറത്തുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു അന്നത്തെ ബുഷിൻ്റെ ഭാഗത്ത് വന്നിരുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിമാനം പറത്തിയാൽ അമേരിക്ക വെടിവെച്ച് വിടും എന്നായിരുന്നു. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ആ ഒരു തീരുമാനത്തിന് ഒരു ഫലമുണ്ടായിരുന്നു. 32 രാജ്യങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടാണ് അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചത്. അവിടെ വിജയിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ചില അപാകതകളും ചില രീതിയിലുള്ള തെറ്റുകളും ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് കോൺഗ്രസ് സമ്മതിച്ചു. കാര്യം 5000-ഓളം അമേരിക്കൻ സൈനികരെ നഷ്ടപ്പെടുത്തിയ ഒരു ഭീകര യുദ്ധം തന്നെയായിരുന്നു ഇറാഖുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. പക്ഷേ അതിനൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു, ഒരു റൂട്ട് കാര്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇറാനിലേക്ക് എത്തുന്ന സമയത്ത് ആ രീതികൾക്ക് മാറ്റം വന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഒരു ഭീഷണിക്ക് മുമ്പിൽ പോലും അമേരിക്ക തകർന്നു പോകുന്ന പരിസ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ഒരു അവസ്ഥാ സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു എന്നൊരു വിലയിരുത്തലും യഥാർത്ഥത്തിൽ കോൺഗ്രസ് നടത്തിയിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പരാജയപ്പെടേണ്ടതല്ല, നമ്മൾ വിജയിച്ചു കൊണ്ടേ ഇരിക്കേണ്ടതാണ്. സർവ്വ മേഖലയിലും നമുക്ക് ആധിപത്യം സംവിധാനങ്ങളും ഉണ്ട്. പിന്നെ എന്തിനാണ് മറ്റു 3-ാം ലോക രാജ്യങ്ങൾക്ക് മുമ്പിലൊക്കെ പരാജയപ്പെടുന്നത് എന്ന ചോദ്യം പ്രസക്തമായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടം നിലവിലെ സാഹചര്യത്തിൽ തന്നെ അമേരിക്കക്കുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഏകദേശം ചുറ്റും വളഞ്ഞിരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ആയുധങ്ങളും ആയുധ കപ്പലുകളും വിമാനങ്ങളും വിമാനവേതര സംവിധാനങ്ങളും ഈ പടക്കോപ്പുകളും സൈനികരും ഇതെല്ലാം സന്നദ്ധരായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ദിവസങ്ങളോളമായി. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വലിയ പ്രയാസങ്ങൾ സൈനികർ അനുഭവിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. അതോടനുബന്ധിച്ച് തന്നെ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്ന പ്രകൃതിക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങളും വിഷയങ്ങളും കാര്യങ്ങളും അത് പൂർണ്ണമായ രീതിയിൽ ഇപ്പോഴും പരിഹാരമുണ്ടായിട്ടില്ല. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സഹായങ്ങൾ ഈ സൈനികരിൽ നിന്ന് അമേരിക്കക്ക് ആവശ്യമുണ്ട്. അതെല്ലാം ഒഴിവാക്കിയിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ അനാവശ്യമായിരിക്കുന്ന ഇടപെടൽ പോലെ ഇറാൻ്റെ വിഷയത്തിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇത് ഉചിതമായിരിക്കുന്ന കാര്യമല്ലെന്നും ഈ റൂട്ട് ഈ സംവിധാന കാര്യങ്ങൾ ശരിയല്ലെന്നും മറ്റു ലോക രാജ്യങ്ങൾ വിശ്വാസത്തിൽ എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ശത്രു രാജ്യങ്ങളൊക്കെ വലിയ തരത്തിൽ ഈ രാജ്യങ്ങളിൽ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തുകയും അവരതിൽ വിജയിക്കുകയും ചെയ്യും. അഥവാ ഇപ്പോൾ റഷ്യയും ചൈനയൊക്കെ ഈ മിഡിൽ ഈസ്റ്റ് പോലെയുള്ള രാജ്യങ്ങളിൽ വലിയ സർവാധിപത്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളൊക്കെ അവർ നടക്കുന്നുണ്ട്. അതിലൊക്കെ ഏറെക്കുറെ അവർ വിജയിക്കുന്നുമുണ്ട്. അത് നമ്മൾക്ക് ഭാവിയിൽ വലിയ രീതിയിലുള്ള ദോഷമുണ്ടാവും എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സർവാധിപത്യം ഉപയോഗിക്കേണ്ടത് ശക്തിയുള്ള രാജ്യങ്ങൾക്ക് മേലെ ആവണം എന്നുള്ളത് നിർബന്ധമാണ്. അതല്ലാതെ 3-ാം ലോക രാജ്യങ്ങൾക്ക് മേലെ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകും. ആ തിരിച്ചടിയുടെ ഭാഗമാണ് ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കാണുന്നത്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഇറാന് വേണ്ടിയിട്ടുള്ള ഇറാൻ്റെ നേരെ ഏതെങ്കിലും തരത്തിൽ അക്രമവും വിഷയങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും
ഒരു വലിയ തിരിച്ചടി മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് അമേരിക്കയ്ക്ക് അറിയാം. അമേരിക്കൻ ഇൻ്റലിജൻസ് പലതരത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടും അവരെത്തിയിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ ഇറാനെ കീഴടക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം 31 പ്രവിശ്യ ആ രാജ്യത്തുണ്ടായിട്ട് അത്രയും രാജ്യത്തിൽ ഭീമാകാരമായിരിക്കുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ടായി, ആയുധമായിട്ട് സൈനികരെ നേരിട്ട് ഏറ്റുമുട്ടുന്ന രീതി പോലും ഉണ്ടായിട്ടും അവർക്കത് അതിജീവിക്കാൻ വേണ്ടി സാധിച്ചു. വളരെ എളുപ്പത്തിലാണ് എന്ത് ചെയ്തത്, ഇറാൻ ഈ വിഷയത്തെ അതിജീവിച്ചത്. അപ്പോൾ അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും അത്രക്ക് ദൃഢതയുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു സാഹചര്യങ്ങളും ഈ ഒരു അവസ്ഥകളും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഇറാൻ പരാജയപ്പെട്ടു പോയി. ഇതാണിത് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ സാരാംശം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ അവർ വിലയിരുത്തിക്കൊണ്ട് അവർ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊന്ന്, അമേരിക്കയുടെ ഇടപെടൽ വളരെ കൃത്യതയോടുകൂടി ആവണം. അത് കൃത്യതയോടുകൂടി ആയിട്ടില്ലെങ്കിൽ ലോകത്തിന് മുൻപിൽ വല്ലാതെ നാണം കെട്ടുപോകും. വലിയ ശക്തിയും ബലവും ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ ശക്തിയും ബലവും പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കണം. പ്രയോഗവൽക്കരണത്തിന് സാധിക്കുന്നില്ലെങ്കിൽ ആ പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. ഇത് ആവർത്തിച്ച് കൊണ്ട് തന്നെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. ട്രംപിൻ്റെ നയങ്ങളും നിലപാടുകളും സമീപനവും രീതികളും ഒന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഭൂഷണമല്ല എന്നുള്ളതും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇടപെടുന്ന രീതികളോ കണ്ടറിഞ്ഞ് വേണം എന്നുള്ളതുമാണ് വിലയിരുത്തൽ. ഇത് ട്രംപ് എത്രത്തോളം അംഗീകരിക്കും എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രീതിയിലാണ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു ഏകാധിപത്യമായിരിക്കുന്ന സമീപനമാണ് പല ഘട്ടങ്ങളും ട്രംപിൻ്റെ ഭാഗത്തുനിന്നും അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പറയുമ്പോൾ ജനാധിപത്യം, എന്നാൽ പ്രവൃത്തിയൊക്കെ ഏകാധിപത്യം. ആ രീതിയിലേക്ക് ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ഏതായിരുന്നാലും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെടുത്ത തീരുമാനം മണ്ടത്തരമായി പോയി എന്നുള്ള അഭിപ്രായം കോൺഗ്രസ്സിന് ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് ഒരു പരിഹാരം എന്ന നിലക്ക് മധ്യസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം അവർ പറയുന്നത്, ഇപ്പോൾ റഷ്യ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മധ്യസ്ഥ വഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ സൗദി അറേബ്യ അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ഈ വിഷയം സംസാരിക്കുന്നുണ്ട്. കാര്യം അത് ഇറാനെ മാത്രം ബാധിക്കുന്നതല്ല, അത് മിഡിൽ ഈസ്റ്റിലെ സാരമായിട്ട് ബാധിക്കും, സർവ്വ മേഖലയിലും അത് ബാധിക്കും, ലോകാടിസ്ഥാനത്തുള്ള സാമ്പത്തിക ശ്രേണി അത് ബാധിക്കും. ഈ മേഖലയിലൂടെ സുരക്ഷിതമായ രീതിയിൽ കപ്പലുകൾക്ക് കടന്നു പോകാൻ പറ്റാത്ത വിധം സങ്കീർണമായിരിക്കുന്ന പ്രശ്നത്തിലേക്ക് അതെത്തും. അതിൽ നിന്ന് മറ്റൊന്ന് എന്ന തരത്തിൽ അവസാനിക്കാത്ത പ്രശ്നമായിട്ട് തീരും. അതിനെല്ലാം തുടക്കം കുറിച്ചത് അമേരിക്കയാണ്. അതിൻ്റെ കാര്യം അവിടുത്തെ ആത്മീയ നേതാവായ അയത്തുള്ള അലി ഖംനഈ അത് പറയുകയും ചെയ്തു. അമേരിക്കയാണ് തുടങ്ങി വെച്ചത്, തങ്ങളുടെ രാജ്യത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയം ഉണ്ടാക്കിയതും അമേരിക്കയാണ്. അതുകൊണ്ട് അമേരിക്കയാണ് പ്രതിസ്ഥാനത്ത് എന്ന് പറയുന്ന സമയത്ത് അതിന് മുഖവിലക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളിടത്താണ് ഇപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന കാര്യങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത്, അമേരിക്കക്ക് ഈ മേഖലയിൽ അതിജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയ വില അമേരിക്ക കൊടുക്കേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു ബേസ് പോലും സുരക്ഷിതമല്ലാത്ത രീതിയിൽ ശക്തമായിരിക്കുന്ന ഇടപെടലുകളും ആക്രമണവും ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. യുദ്ധത്തിന് അമേരിക്കയെ സ്വാഗതം ചെയ്തുകൊണ്ടും